ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ വീട്ടിലൊക്കെ ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഒരു ടീ കപ്പ് ഉണ്ടല്ലോ. ആ ടീ കപ്പിൻ്റെ ഹാൻഡിൽ പൊട്ടിപ്പോയി. അപ്പോൾ അങ്ങനെ ഒരു ടീ കപ്പിനെ നമുക്ക് എങ്ങനെ ഒരു ഷോ പീസായിട്ട് എടുക്കാം എന്നുള്ളൊരു ഐഡിയ വെച്ചിട്ട് ഞാൻ ചെയ്ത ക്രാഫ്റ്റാണ്. ഇതുപോലത്തെ വീഡിയോസ് വേറെ ഒരുപാടുണ്ട്, പക്ഷേ ഇത് ജസ്റ്റ് എൻ്റെ സ്റ്റൈലിൽ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചെയ്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോയിലോട്ടൊന്ന് പോയാലോ. ഫസ്റ്റ് ഞാൻ ഇവിടെ നമ്മുടെ ഫെവിക്കിളിൻ്റെ മോൾഡിറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ മോൾഡിറ്റിന് ഞാൻ റേസിനും അതിൻ്റെ ഹാർഡനറും കൊണ്ട് രണ്ടും കൂടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ടീ കപ്പിൽ ഇതുപോലെ ഓരോ ഷേപ്സ് ആക്കി എടുത്തിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് എൻ്റെ ഐഡിയ എന്ന്. യെസ്, ഓഫ് കോഴ്സ് അവൾ ഉണ്ടാക്കാൻ തന്നെയാണ് എൻ്റെ പരിപാടി. അവൾ വിട്ട് വേറൊരു കളിയില്ല. കാര്യം മുമ്പത്തെ വീഡിയോസ് നിങ്ങൾ കണ്ടു കാണും, അതിലും ഞാൻ ഇതുപോലെ അവളാണ് തന്നെ ഉണ്ടാക്കിയിട്ടുള്ളത്. സോ ഇതുപോലെ ഓരോ പീസസ് കട്ട് ചെയ്തിട്ട് ഞാൻ റെഫറൻസ് പിക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പിക്ക് വെച്ചിട്ടാണ് നോക്കി ഇതുപോലെ ഓരോ ഷേപ്സൊക്കെ വെച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്കും അതുപോലെ റെഫറൻസ് പിക്ക് എടുത്തിട്ട് ഇതുപോലെ ഓരോ ഷേപ്സ് ഉണ്ടല്ലോ, ഇപ്പോൾ അതിന് കണ്ണായാലും മൂക്കായാലും ചെറിയ ഫീറ്റ്സ് ആയാലും നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് പഫിനെസ് വേണമെങ്കിൽ ആ രീതിയിൽ കുറച്ചും കൂടി എന്താ പറയുക, ക്ലേ ഒക്കെ ആ രീതിയിൽ മോൾഡ് ചെയ്തെടുത്തിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇവിടെ ഞാൻ വിങ്സ് എടുത്തിട്ടുണ്ട്. വിങ്സൊക്കെ ഞാൻ ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തത്, അത് എൻ്റെ ഒരു രീതിയിൽ ഞാൻ കട്ട് ചെയ്തെടുത്തതാണ്. അത് എങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ എനിക്കറിയില്ല പിന്നീട്. സോ അതൊക്കെ ജസ്റ്റ് ഒന്ന് നമ്മൾ മോൾഡിൻ്റെ ക്ലേ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്തതാണ് അതൊക്കെ. എന്നിട്ട് ഞാൻ അതൊരു ഫെവിക്കോൾ വെച്ചിട്ട് ആ ഗ്ലാസ്സിൽ ഇതുപോലെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഡ്രൈ ആയി വരാൻ എനിക്ക് തോന്നുന്നു ഒരു 5 to 6 hours എടുക്കുമെന്ന് തോന്നുന്നു. അപ്പോൾ ഈ മോൾഡിറ്റും ഫെവിക്കോളും എല്ലാം നന്നായിട്ട് ഡ്രൈ ആവും. അപ്പോൾ ഞാനിപ്പോൾ വെയിലത്ത് വെക്കാം, അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ നിങ്ങളുടെ ഇഷ്ടം പോലെ. അപ്പോൾ ഇതിൽ ഞാൻ ഇതുപോലെ ചെറിയ ഡീറ്റെയിലിംഗ് കൊടുക്കുന്നുണ്ട്. അത് ഞാൻ എന്താ പറയുക, നമ്മുടെ വീട്ടിലുള്ള ചെറിയ ഈർക്കിലോ അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക ഏതെങ്കിലും പേനയുടെ അടപ്പോ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ വെച്ച് ചെറിയ ചെറിയ ഡീറ്റെയിലിങ്സ് നമുക്ക് കൊടുക്കാം. അതായത് നമ്മളൊരു റെഫറൻസ് പിക്ക് നോക്കിയിട്ട് അതിലെപ്പോലെ ചെയ്യുകയാണ്. ഞാനിപ്പോൾ അതിൻ്റെ കണ്ണിൻ്റെ അവിടെയും കാലിൻ്റെ അവിടെയും ചിറകിലും അതൊക്കെ ചെറിയ 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 ഡീറ്റെയിലിങ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇതുപോലെയാണ് ഇരിക്കുന്നത്. നമുക്ക് ഡ്രൈ ആക്കാൻ വെക്കാം. വെയിലത്ത് വയ്ക്കുന്ന കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും, അല്ലാണ്ടായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് ഇവിടെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിതിൽ വൈറ്റ് കളർ പെയിൻറ്റ് അടിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള പെയിൻറ്റ് അടിക്കും. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന നമ്മുടെ ചുമരിലൊക്കെ അടിക്കുന്ന പെയിൻറ്റില്ലേ, അതാണ് എടുത്തേക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് അക്രിലിക് പെയിൻറ്റ് എടുക്കാം, അല്ലെങ്കിൽ വാട്ടർ കളർ എടുക്കാം. നമ്മുടെ ഇഷ്ടത്തിന് അവൈലബിൾ ആയിട്ടുള്ള പെയിൻറ്റ് എടുക്കാം, അത് കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഈ വാട്ടർ കളറൊക്കെ അടിക്കുകയാണെങ്കിൽ വാട്ടർ കളറും നമ്മുടെ അക്രിലിക് പെയിൻറ്റൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് നമ്മുടെ വാർണിഷ് കൊണ്ട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ കളർ ഇളകാണ്ട് അവിടെ തന്നെ ഇരിക്കും, വേറെ കുഴപ്പമൊന്നുമില്ല. ഇത് ഞാനൊരു ബേസായിട്ട് ഒരു വൈറ്റ് കളർ അപ്ലൈ കൊടുക്കുകയാണ്. സാധാരണ ഞാൻ ചെയ്യുന്ന ക്രാഫ്റ്റിലെല്ലാം ഞാൻ വൈറ്റ് സിമെൻറ്റ് കൊണ്ടാണ് ഒരു ബേസ് കൊടുക്കുന്നത്. പക്ഷേ ഇത് ഞാൻ കുഴപ്പമില്ല, ഇതൊരു വൈറ്റ് പെയിൻറ്റ് വെച്ചിട്ടാണ് ഞാൻ കൊടുത്തേക്കുന്നത്. അപ്പോൾ അതും ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയില്ലേ കാണാൻ. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു ബേസ് ആയിട്ടാണ് അടിച്ചേക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള ഫേവറേറ്റ് കളേഴ്സ് എല്ലാം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാൻ ആദ്യം വിചാരിച്ചത് നമുക്ക് ബ്ലാക്കും ഗോൾഡും കൊടുക്കാമെന്നാണ്. പിന്നെ അതൊരു ക്ലീശ ആയതുകൊണ്ടാണ് അത് മാറ്റിയിട്ട് പല പല വെറൈറ്റി കളേഴ്സ് പിടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതുപോലെ നല്ല വൈബ്രൻറ്റ് കളേഴ്സ് ഞാൻ എടുത്തിട്ടുള്ളത്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മുടെ ഇമാജിനേഷൻസ് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ പെയിൻ്റൊക്കെ അടിച്ചു കൊടുക്കാം. ഞാനിവിടെ ബ്ലൂ, വയലറ്റ്, എന്താ പറയുക ഒരു പിങ്ക് കളർ, കുറച്ച് ഡാർക്ക് പിങ്കാണ് അത്. പിങ്ക്, ഗ്രീൻ, യെല്ലോ ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് എന്താ പറയുക കോൺട്രാസ്റ്റ് കളേഴ്സൊക്കെ വെച്ചിട്ടൊന്ന് ഹൈലൈറ്റ് കൊടുക്കാൻ വെച്ചിട്ടാണ് ചെയ്തത്. ഇതെന്തായാലും പുറത്തൊന്നും പോകുന്നില്ല, എൻ്റെ വീട്ടിലെ ഷെൽഫിൽ തന്നെ ഇരിക്കും. അതുകൊണ്ട് ആ ഒരു ധൈര്യത്തിൽ എനിക്ക് ഇഷ്ടമുള്ള കളേഴ്സ് അടിക്കുകയാണ്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മുടെ റൂം ഡെക്കറേനോ നമ്മുടെ ഇപ്പോൾ ഒരു ഷോ പീസ് ആണെങ്കിലോ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ, പുറത്തൊന്നും പോകുന്നില്ലല്ലോ, അകത്ത് തന്നെ ഇരിക്കുകയല്ലേ. അപ്പോൾ ആ രീതിയിൽ ഞാനൊന്ന് കളർ ചെയ്ത് കൊടുക്കുകയാണ്. ഗ്രീൻ ഉണ്ട്, ബ്ലൂ ഉണ്ട്, വയലറ്റ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് ആ ഒരു എന്താ പറയുക കൺസെപ്റ്റിൽ നമ്മളങ്ങ് ചെയ്ത് പോവുകയാണ് കേട്ടോ. ഇത് ഞാൻ ഓൾറെഡി പ്ലാൻഡൊന്നും അല്ലായിരുന്നു, പെട്ടെന്ന് കിട്ടിയ കളേഴ്സ് വെച്ചിട്ട് ഞാനങ്ങ് പെയിൻറ്റ് ചെയ്ത് പോകുന്നതാണ്. പിന്നെ എന്താ പറയുക, പിന്നെ ഇതുപോലുള്ള വേറെ കുറേ ഗ്ലാസ്സോ കപ്പോ നമ്മുടെ പ്ലാസ്റ്റിക് അങ്ങനെയുള്ളതൊക്കെ കിട്ടുമ്പോൾ അത് വെച്ചിട്ടും ഇതുപോലെ ഷേപ്സൊക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. വളരെ എളുപ്പമാണ് ഇങ്ങനത്തെയൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പം ഇങ്ങനെ ഫൈനലി ഒരു കളർ വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ പ്രതീക്ഷിച്ചതിലും കുറച്ചും കൂടി ബെറ്റർ ആയതുപോലെ എനിക്ക് തോന്നി. അപ്പോൾ ഇനി നമുക്കിതിനെ കുറച്ചും കൂടി വൃത്തിയാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് ബ്ലാക്ക് കളർ വെച്ചിട്ട് ഒരു ഔട്ട്ലൈനും കൂടെ കൊടുക്കുകയാണ്. പിന്നെ ആ കണ്ണിൻ്റെ അവിടെയൊക്കെ ഒന്ന് ഹൈലൈറ്റ് കൊടുക്കുകയാണ്. കണ്ണിൻ്റെ അവിടെ ഫീറ്റ്സിൽ അവിടെയൊക്കെ നമുക്കൊന്ന് ബ്ലാക്ക് കളർ വെച്ചൊന്ന് ഹൈലൈറ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ വരുന്നത് ഇതിൻ്റെ വിങ്സാണ്. വിങ്സിൽ എനിക്ക് തോന്നുന്നത് ഫ്ലഷ് കളറാണെന്ന് തോന്നുന്നത്, അല്ലെങ്കിൽ ക്രീം കളറാണെന്ന് തോന്നുന്നു. അത് വെച്ചിട്ട് ഞാനൊന്ന് ഹൈലൈറ്റ് കൊടുക്കുകയാണ്. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനുള്ള ജസ്റ്റ് ഒരു വിങ്സിൻ്റെ ആ ഒരു ഇത് വരുന്ന രീതിയിലില്ലേ അങ്ങ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ഞാൻ അവിടെ നിന്ന് കുറച്ച് പൂക്കളെടുത്ത് ഇതിനെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു. ഇതിൽ നമുക്ക് പേനയൊക്കെ ഇടാം കേട്ടോ, സ്റ്റേഷനറി ഐറ്റംസൊക്കെ കുറച്ചുകൂടി ഇടാം, കുഴപ്പമില്ല. ഇതൊക്കെ നമ്മൾ ടേബിളിലൊക്കെ നല്ല രസമായിരിക്കും.
അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഫീഡ്ബാക്ക് എന്തായാലും കമൻറ്റ് ബോക്സിൽ ഇടണം, മറക്കരുത്. നിങ്ങളുടെ ഓരോ കമൻറ്റ്സും എനിക്കൊരു എൻകറേജ്മെൻ്റ് ആയിരിക്കും. സോ ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ. ബൈ.